ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ഫോർ ടെക്നോളജി. ഇന്നൊരു അടിപൊളി ആപ്ലിക്കേഷൻസ് അതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്കാണ് വർക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം. നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ മസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് റോസ്ദാൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്കാണെന്ന് പറഞ്ഞുതരാൻ പോകണം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്ക് ചില ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതൊരു എൻ്റെ മെയിൻ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രിക്ക് ജിയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വിയ ബ്രൗസർ എന്ന ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അത് പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇമെയിലിന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ അൺലിമിറ്റഡ് ട്രിക്കായിട്ട് ഇമെയിൽ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ ചെയ്യണമാതിരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇമെയിലിന് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ടു മാനേജ് മൈ ബിസിനസ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോം ലഭിക്കുമ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ ആ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ യൂസർ നെയിം ഒന്നുകൂടി വേറെ കൊടുക്കാനാണ് പറയണത്. ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കണ്ടേന്ന്. അപ്പോൾ ഇതുവഴി ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ നമ്പറും കൊടുക്കണ്ട, റിക്കവറി ഇമെയിൽ അഡ്രസ്സും കൊടുക്കണ്ട. അതൊക്കെ ഓപ്ഷനിലാണ്. നമ്മുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അയാം എഗ്രി എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് മുകളിൽ കാണുന്നതായിരിക്കും ലോഡ് ആവണമെന്ന് കാണാം. ഇപ്പോൾ ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ ഓപ്പൺ ദ ജിമെയിൽ ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അത് നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ റീഡയറക്റ്റ് ആവണം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും സെൻറ്റർ ബട്ടൺ അമർത്തിയിട്ട് മിനിമൈസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യാനായിട്ട് ഓരോ ആപ്ലിക്കേഷൻസുകളുടെ ആവശ്യമുണ്ട്. സ്പാരലൽ സ്പേസോ അല്ലെങ്കിൽ സ്പാരലൽ സ്പേസിൻ്റെ ലൈറ്റോ ഡൗൺലോഡ് ചെയ്യുക. അതും പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതായിരിക്കും, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അത് കണ്ടിന്യൂ കൊടുത്തിട്ട് പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമുക്ക് ക്ലോൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ റോസ്ദാൻ എന്നാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് വീഡിയോയിൽ ചെയ്യണ മാതിരി തന്നെ ചെയ്യുക. റോസ്ദാൻ മാത്രം മതി, ബാക്കിയുള്ളതൊക്കെ അൺടിക്ക് ചെയ്യുക. എന്നിട്ട് റോസ്ദാൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ പാരലൽ സ്പേസ് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ 64 ബൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക, എന്നാലാണ് അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് നമ്മൾ നേരെ ബാക്ക് അമർത്തിയിട്ട് പാരലൽ സ്പേസ് ലൈറ്റ് റോസ്ദാൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിലെങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നമ്മളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ്, മലയാളം. അതിൽ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം.
നമുക്ക് താല്പര്യമുള്ള ഭാഷ സെലക്ട് ചെയ്യുക. എന്നിട്ട് പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഒരു 5 ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഏൺ മണി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡായി വരുന്നത് കാണാം. ലോഡായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ ഗെറ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫോൺ നമ്പർ, ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കും ലഭിക്കുക. നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കിയൊരു ഇമെയിൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഇമെയിൽ ഉണ്ടാക്കുമ്പോൾ കൊടുത്ത പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് എല്ലാം എഗ്രി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നമ്മൾ ആഡ് ഇൻവൈറ്റ് കോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻവൈറ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ അക്കൗണ്ടിലത്തെ ഇൻവൈറ്റ് കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ മെയിൻ അക്കൗണ്ട് എടുത്ത് കാണിച്ചു തന്നെ. നമ്മൾ ഇത് കോപ്പി ചെയ്തെടുക്കുക. ഈ കോഡ് ആ കോഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോഡ് ഒന്നുകൂടി ആഡ് ചെയ്യുക. ചിലപ്പോൾ നെറ്റ് കണക്ഷൻ സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ ഇൻറ്റു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് വെറുതെ ഡെയിലി ചെക്കിങ് ചെയ്യുക. ഡെയിലി ചെക്കിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഏട്ടോളൊക്കെ വരും. അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. ഓരോ ന്യൂസുകളൊക്കെ എടുത്തൊന്ന് വെറുതെ സ്ക്രോൾ ചെയ്യുക. നമ്മുടെ മെയിൻ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് നേരത്തെ 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇവിടെ 2 രൂപയുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ്, ഇൻവൈറ്റ് ഫ്രണ്ട് ലിസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെയ്തത് ഗസ്റ്റ് എന്ന ഭാഗത്ത് ഫസ്റ്റ് കാണാം. ഇതാണ്. അങ്ങനെ ഒരു 3 ദിവസം നമ്മളിതിൽ സാധാരണമാതിരി ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 6 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു അൺലിമിറ്റഡ് ചെയ്യുക തന്നെ, വേറെ പാകമൊന്നുമില്ല. അങ്ങനെ സ്പാരൽ സ്പേസിൽ ഉപയോഗിക്കാം. സ്പാരൽ സ്പേസ് അങ്ങനെ സ്പാരൽ ലൈറ്റ് അങ്ങനെ 2 ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 12 രൂപ വെച്ചിട്ട് അക്കൗണ്ടിൽ കയറും. ഇതിൽ വിഡ്രോ ഓപ്ഷൻ എന്ന് പറയുന്നത് 200 രൂപയാണ്. 200 രൂപയുണ്ടെങ്കിൽ നമ്മുടെ പേടിഎമ്മിൽ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇത് വിഡ്രോ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഉടനടി നമ്മുടെ ചാനലിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനും പിന്നെ അങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഇമെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വി ക്ലിപ്പ്, പേ ബോക്സ് അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നതായിരിക്കും. ഇതിൽ ഞാൻ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് അതെല്ലാം നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ പെട്ടെന്ന് വരുന്ന ഓഫറുകൾ അതൊക്കെ ഇതിലിടുന്നതായിരിക്കും. അപ്പോൾ അതിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ചാനലിൽ നിന്ന് പരിചയപ്പെടുത്തിയതും പിന്നെ അതിന് കിട്ടിയ പേയ്മെൻറ്റൊക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഗുഡ് ബൈ.